നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വാഴക്കുളത്ത് സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടം. പരിക്കേറ്റ ചികിത്സയിലിരുന്ന മധ്യവയസ്കൻ മരിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റർ റോയി ജോർജ് ആണ് മരിച്ചത്. പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പോക്സോ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ലഹരി വിമുക്തി വിഭാഗം മേധാവി ഫ്രാൻസിസ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. അഭിഭാഷകൻ CK സാജൻ കുരുവിളയെ അനുസ്മരിച്ച മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ഉദ്ഘാടനം ചെയ്ത് അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുന്നേക്കാൽ ഗവൺമെന്റ് UP സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. TLSC മൂവാറ്റുപുഴ പാരാലീഗൽ വോളണ്ടിയർ ലീല രാജൻ ക്ലാസ് നയിച്ചു. മണ്ണൂർ ഗാർഡിയൻ ഏഞ്ചൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ലീഡേഴ്സിന്റെ സ്ഥാനാരോഹണം നടത്തി. തടിയിട്ടപറമ്പ് പോലീസ് സബ് ഇൻസ്പെക്ടർ സജീവ് MG ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യോഗം നടത്തി കർഷക കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി അനുസ്മരിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മുൻ KPCC പ്രസിഡന്റ് CV പത്മരാജനെയും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് പനിക്കൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വാഴക്കുളത്ത് സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കേബിൾ TV ഓപ്പറേറ്റർ മരിച്ചു. രണ്ടാർ സ്വദേശി റോയി ജോർജ് ആണ് മരിച്ചത്. വാഴക്കുളത്ത് സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. രണ്ടാർ വടക്കേക്കുടിയിൽ റോയി ജോർജ് ആണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 8ഓടെ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ വാഴക്കുളം നൈനാബാറിന് സമീപം മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസും റോയി സഞ്ചരിച്ചിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ റോയിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാത്രി 11ഓടെയാണ് മരിച്ചത്. ആവോലി സൊസൈറ്റി പടിയിൽ കേബിൾ TV സ്ഥാപന നടത്തിപ്പുകാരനാണ് റോയി. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടാർക്കര സെന്റ് മൈക്കിൾസ് കത്തോലിക്ക പള്ളിയിൽ നടത്തപ്പെടും. പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോക്സോ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ലഹരി വിമുക്തി വിഭാഗം മേധാവി ഫ്രാൻസിസ് മൂത്തേടൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MSC കമ്പനിയുടെ സഹകരണത്തോടെ ഡിവിനിറ്റി സർവീസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോക്സോ, സൈബർ സുരക്ഷ, ലൈംഗിക വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ലഹരി വിമുക്തി വിഭാഗം മേധാവി ഫ്രാൻസിസ് മൂത്തേടൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടികളും ആൺകുട്ടികളും അക്കാലത്ത് നമ്മുടെ ജന്മദിനം കണ്ടിട്ടുണ്ട്. ഇതാണ് മനസ്സിലായാലും തിരിച്ചോ ഇല്ലാതെ തിരിക്കില്ല. പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? എന്റെയൊക്കെ കുട്ടിക്കാലം സങ്കടകരവും ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് നിറഞ്ഞതായിരുന്നു. നിങ്ങളിന്ന് സത്യത്തിൽ സമ്പന്നതയുടെയും സംസ്കാരത്തിന്റെയും അതിസുരക്ഷിതത്തിന്റെയും കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സ്കൂൾ കൗൺസിലിംഗ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അച്ഛനും അമ്മേനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഉപദ്രവിക്കുന്നു പറഞ്ഞു. ഈ സാറ് എന്ത് പറഞ്ഞിട്ടാണ് മോളെ അകത്തോട് വിട്ടത്? PTA പ്രസിഡന്റ് ഹസീന ആസിഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് സഫീന A പദ്ധതി വിശദീകരണം നടത്തി. ഡിവിനിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നന്ദന സുനിൽ, അഞ്ജന പത്മനാഭൻ, സ്കൂൾ കൗൺസിലർ അനുമോൾ PR, അധ്യാപകരായ റഹ്മത്ത് PM, സബിത PE, ഗീതു G നായർ, പ്രതാപ് കുമാർ T എന്നിവർ പ്രസംഗിച്ചു. കുട്ടികൾക്കായി സംഘടിപ്പിച്ച സ്കിറ്റിന് സെബാസ്റ്റ്യൻ പുല്ലരാജ് ചെന്നൈ, കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. മുൻ അഡീഷണൽ ഗവൺമെന്റ് ലീഡറായിരുന്ന CK സാജൻ കുരുവിളയുടെ 3ാം ചരമവാർഷിക ദിനം ആചരിച്ച മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ വിദ്യാഭ്യാസ അവാർഡ് ദാനവും ചടങ്ങിൽ സംഘടിപ്പിച്ചു. അഭിഭാഷകനും മുൻ അഡീഷണൽ ഗവൺമെന്റ് ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായിരുന്ന CK സാജൻ കുരുവിളയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ശ്രീ അഡ്വക്കേറ്റ് CK സാജന്റെ അനുസ്മരണ സമ്മേളനമാണ് മൂവാറ്റുപുഴ ബാർ അസോസിയേഷനിലെ സംഘടിപ്പിച്ചത്. ഇത്തരമൊരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ച് നമ്മളിൽ ഒരാളായിരുന്ന ഒരു അഭിഭാഷകനെ
ഓർമ്മിക്കുന്ന അവസരത്തിൽ എനിക്ക് തോന്നുന്നത് അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ ജോസ് വർഗീസ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ വെറും ഒരു ചടങ്ങായി മാറുന്നതിലപ്പുറം അഭിഭാഷക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മപരിശോധന നടത്തുന്നതിനുള്ള ഒരവസരമായിട്ട് ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്ന അവസരത്തിൽ അതിൽ നടക്കുന്ന സംവാദങ്ങളും പ്രസംഗങ്ങളുമൊക്കെ മാറണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. മൂവാറ്റുപുഴ ബാർ അസോസിയേഷനിൽ അംഗങ്ങളായ അഭിഭാഷകരുടെ കുട്ടികളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അശോക് M. ചെറിയാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മൂവാറ്റുപുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി KN. ഹരികുമാർ, അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് KS. ജ്യോതികുമാർ, ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് എബ്രഹാം ജോസഫ്, അഡ്വക്കേറ്റ് വിജു ചക്കാലിക്കൻ, അഡ്വക്കേറ്റ് സാജൻ തോമസ്, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് AK. ശ്രീകാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കുന്നയ്ക്കൽ ഗവൺമെന്റ് UP സ്കൂളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. TLSC മൂവാറ്റുപുഴ പാരാലീഗൽ വോളണ്ടിയർ ലീലാരാജൻ ക്ലാസ് നയിച്ചു. സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവയെ എങ്ങനെ നേരിടാമെന്നും യോഗത്തിൽ വിശദീകരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജയശ്രീ CK അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രമ്യ KR, സനിത KS, നീതു മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണൂർ ഗാർഡിയൻ ഏഞ്ചൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ ലീഡേഴ്സിന്റെ സ്ഥാനാരോഹണം നടത്തി. തടീട്ടപറമ്പ് പോലീസ് സബ് ഇൻസ്പെക്ടർ സജീവ് MG ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുന്നുംപുറം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിജി ജോൺസ് മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ KPCC പ്രസിഡന്റ് CV പത്മനാഭൻ എന്നിവരുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് പനിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് KV കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാണി പിട്ടാപ്പിള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി. ബസേലിയസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ന്യൂസ് 88 പൂർണ്ണമാകുന്നു. നമസ്കാരം.